يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരായ ഇസ്ലാഹി പ്രവർത്തകരെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കേരളത്തിലങ്ങോളം ഇങ്ങോളം കേരള നദവത്തുൽ മുജാഹിദീന്റെ യുവ വിഭാഗമായ ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധത്തെ എങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമായി മാറ്റാൻ സാധിക്കുമെന്നും മൃഗത്തെക്കാൾ അധപതിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ധാർമ്മിക ച്യുതിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുമെന്നും പരസ്പരം ചിന്തിക്കുവാനും കേൾക്കുവാനും ഉപദേശിക്കുവാനും വേണ്ടി ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിന്റെ ഭാഗമായി 2-3 ദിവസം വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി ഇവിടെയും പ്രഭാഷണങ്ങൾ നടക്കുകയാണ്. അതിൽ 3ാമത്തെ ദിവസമായ ഇന്ന് വളരെ വിശാലമായ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം പരലോകത്തെക്കുറിച്ച് പരാമർശിക്കുവാനും മനുഷ്യ ഹൃദയത്തെ ആ പരലോക ജീവിതത്തിലേക്ക് എത്തിക്കുവാനും ഉതകുന്ന ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
വളരെയേറെ സമയമെടുത്ത് സംസാരിക്കേണ്ട ഈ വിഷയം അതിന്റെ കാതലായ ഏതാനും ഭാഗങ്ങൾ മാത്രം പരാമർശിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഓരോ ആയത്തുകൾ കേൾക്കുമ്പോഴും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുള്ള പാഠങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും നാം നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് വന്നുപോയ അപാകതകൾ തിരുത്തുവാനും കൂടുതൽ നന്മ പ്രവർത്തിക്കുവാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമ്മെ പ്രചോദിതരാക്കേണ്ടതുണ്ട്. വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്, ശാസ്ത്രം ഇന്ന് വളരെയേറെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പുരോഗതി പലപ്പോഴും ദൈവനിഷേധത്തിലേക്ക് വരെ മനുഷ്യനെ ചെന്നെത്തിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യാരംഭം മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഈ ഭൂമിയിൽ പിറന്നു വീണ മനുഷ്യർ മരിക്കുക എന്നുള്ളത്. ശാസ്ത്രം ഒരിക്കലും പുരോഗതി പ്രാപിച്ചിട്ടില്ല. ആർക്കേജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അജ്ഞാതാന്ധകാര യുഗത്തിൽ ലോകത്താകമാനം പ്രകാശം ചൊരിയുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ അന്ത്യദിനം വരെ പ്രസക്തി നഷ്ടപ്പെടാതെ അനുദിനം പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ചിന്തിക്കുന്ന മനുഷ്യർ വളരെ പെട്ടെന്ന് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും ഇതുവരെ തിരുത്തി കുറിക്കുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഇന്ന വിഷയം അത് കാലോചിതമല്ല, സന്ദർഭോചിതമല്ല എന്നോ, അതല്ലെങ്കിൽ ഇന്ന വിഷയം കൂടി അതിൽ പരാമർശിക്കേണ്ടിയിരുന്നു എന്നോ വ്യക്തമായി സമർത്ഥിക്കുവാൻ ആർക്കും തന്നെ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമഹ് ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം ആസ്വദിക്കുന്നതാണ്, എല്ലാവരും മരിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിശ്ചയമായും നിങ്ങളുടെ പ്രവർത്തന പ്രതിഫലം പരിപൂർണമാക്കി നൽകുന്നത് അന്ത്യദിനത്തിലായിരിക്കും. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, അന്നാരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, നിശ്ചയമായും അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ ഉപകരണമല്ലാതെ മറ്റൊന്നും തന്നെയല്ല. മനുഷ്യൻ യഥാർത്ഥ വിജയിയാകണമെങ്കിൽ ക്ഷണികമായ നശ്വരമായ ഈ ഭൗതിക ജീവിതത്തിലെ വിജയം യഥാർത്ഥത്തിലുള്ള വിജയമല്ല. ഒരിക്കലും നശിക്കാത്ത പാരത്രിക ലോകത്ത് ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചാൽ, കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചാൽ അവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ അർത്ഥശങ്കക്കിടമില്ലാതെ നമ്മെ പഠിപ്പിക്കുകയാണ്, മനുഷ്യരെ നിങ്ങളെല്ലാവരും മരിക്കും. എത്ര സ്ഥലങ്ങളിലാണ് ഖുർആൻ ഈ യാഥാർത്ഥ്യം മനുഷ്യരെ
ഉൾക്കൊള്ളിക്കുവാൻ, മനുഷ്യർ ഉൾക്കൊള്ളുവാൻ വേണ്ടി പരാമർശിച്ചിട്ടുള്ളത്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. നാം നിങ്ങൾക്ക് മരണം നിശ്ചയിച്ചിരിക്കുന്നു, കണക്കാക്കിയിരിക്കുന്നു, നിർണയിച്ചിരിക്കുന്നു. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം ഒരിക്കലും തന്നെ അതിജയിക്കപ്പെടുകയില്ല. നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾക്ക് മരണത്തെ നാം നിശ്ചയിച്ചിരിക്കുന്നു. ആധുനിക ലോകത്ത് ശാസ്ത്രത്തിന്റെ സീമകളിൽ അങ്ങേയറ്റം എത്തിയ ആ അതിർവരമ്പുകൾ വരെ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകശാസ്ത്രത്തോട് ഖുർആൻ പറയുന്നു, മനുഷ്യരെ, നിശ്ചയമായും നിങ്ങൾക്ക് മരണം നാം നിശ്ചയിച്ചിരിക്കുന്നു. നമ്മെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും തന്നെ സാധ്യമല്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും കളവാണ്. ആ പരാമർശം ഇതാ ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറഞ്ഞ് മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാൾക്കും തന്നെ ഇതുവരെ സാധിച്ചിട്ടില്ല. ലോക പോലീസായി ചമയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ്, അയാൾക്കറിയില്ല അയാൾ എന്നാണ് മരിക്കുക എന്നും. മരണത്തിൽ നിന്ന് നിശ്ചയമായും ഞങ്ങളുടെ പ്രസിഡന്റിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തുമെന്ന് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ആർക്കും തന്നെ പറയാൻ സാധ്യമല്ല. കാരണം ഖുർആനാണ് പറയുന്നത്, നിങ്ങൾക്ക് മരണം നാം കണക്കാക്കിയിരിക്കുന്നു. മനുഷ്യർക്ക് നിശ്ചയമായും മരണം നാം നിശ്ചയിച്ചിരിക്കുന്നു. നമ്മെ പരാജയപ്പെടുത്തുന്ന ആരും തന്നെയില്ല. ഏത് വൈറ്റ് ഹൗസിലാണെങ്കിലും അതല്ലെങ്കിൽ വൈറ്റ് ഹൗസിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഏത് കൊട്ടാരത്തിലാണെങ്കിലും ശരി, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. വേറെ സ്ഥലത്ത് ഖുർആൻ പറയുകയാണ്, ഐനമാ യകൂനു ഐനമാ തകൂനു, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, ഒരു ചെറിയ ജീവി പോലും പ്രവേശിക്കാൻ സാധിക്കാത്ത വളരെ സുദൃഢമായ ഭദ്രമായ വളരെ വലിയ മണിമാളികകൾ, കൊട്ടാരങ്ങൾ പടുത്തുയർത്തി അതിനുള്ളിൽ നിങ്ങൾ താമസിച്ചാലും ശരി, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ഈ മരണം ആരെങ്കിലും പിടികൂടാൻ വേണ്ടി വരുന്ന സമയത്ത് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനോ മലക്കുൽ മൗത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു ഗുസ്തി മത്സരം നടത്തി മലക്കുൽ മൗത്തിനെ ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊരിക്കലും തന്നെ സാധ്യമല്ല. ഖുർആൻ അത് പറയുന്നു, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി വന്നാൽ ഒരു ശരീരത്തെയും അല്ലാഹു പിന്തിക്കുകയില്ല. ഉമ്മ കൊടുത്ത് പൂതി തീരാത്ത പൊന്നോമനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് നെഞ്ചുവേദന അനുഭവപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് ഹോസ്പിറ്റൽ പ്രവേശിക്കുമ്പോൾ അറ്റാക്ക് ബാധിച്ചിരിക്കുന്നു എന്ന് അയാൾ മനസ്സിലാക്കുകയും മരണം ഇതാ അടുത്തു തന്നെ നിൽക്കുന്നു എന്ന സമയത്ത് ഒന്നുകൂടി എന്നെ ചിന്തിക്കണമേ, എന്റെ കുഞ്ഞിന് ഉമ്മ വെച്ച് പൂതി തീർന്നിട്ടില്ല എനിക്ക്, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ പുതിയ വീട്ടിൽ താമസിച്ച് എനിക്കെന്റെ ആഗ്രഹം തീർന്നിട്ടില്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ജീവിച്ച് ഇപ്പോൾ അല്പം സുഖത്തോടെ ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ എന്നെ മരിപ്പിക്കരുത്, മലക്കുൽ മൗത്ത് മരണത്തിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരു നഫ്സിനെയും ഒരു ശരീരത്തെയും ഒരു മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല. നിശ്ചയമായും നിങ്ങൾക്ക് എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു റഹ്മാനായ റബ്ബ് എന്ന് ഖുർആൻ പറയുകയാണ്. ഇങ്ങനെ നിരവധി ആയത്തുകൾ മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണം സുനിശ്ചിതമാണ് എന്ന് മധ്യേ ഒരല്പസമയം വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു സ്ഥലമാകുന്നു ഈ ദുനിയാവ്. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയാത്രക്കാരൻ ദീർഘമായി നടന്ന് യാത്ര ചെയ്ത് ക്ഷീണിക്കുമ്പോൾ ഒരു മരത്തണലിൽ അല്പസമയം വിശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു യാത്രക്കാരനെ പോലെ മാത്രമേ നീ ഈ ദുനിയാവിൽ ജീവിക്കാൻ പാടുള്ളൂ.
അങ്ങനെയാണ് നീ ജീവിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇത് കേട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആരെ കണ്ടാലും പറയുമായിരുന്നു, ഇദാ സുബഹത ഫലാ തൻതദിറിൽ മസാ ഫഇദാ അംസൈത ഫലാ തൻതദിറിസ് സുബാഹ്. നേരം വെളുത്താൽ വൈകുന്നേരമാകുമെന്ന് നിങ്ങൾ ആരും തന്നെ പ്രതീക്ഷിക്കണ്ട. അതുപോലെ തന്നെ വൈകുന്നേരമായാൽ നേരം വെളുക്കുമെന്നും നിങ്ങൾ ആരും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല. ആ ഒരു ചിന്തയോടെ ജീവിക്കണമെന്നാണ് അദ്ദേഹം ജനങ്ങളെ ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രമാണ് നിറഞ്ഞു നിന്നിരുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങുന്ന പായയുടെ പാട് തന്റെ വെളുത്ത ചുവപ്പ് കലർന്ന ശരീരത്തിൽ വളരെ വ്യക്തമായി പ്രകടമായി കണ്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, അങ്ങക്ക് ഞാനൊരു കിടക്ക തുന്നിച്ചു തരട്ടെയോ, അങ്ങക്ക് ഞാനൊരു വിരിപ്പ് നൽകട്ടെയോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, മാലി വഹാദി ദുനിയാ ഇല്ലാ കറാകിബിൻ യസ്തദില്ലു തഹത ശജറ. അതിഥികൾ വന്നാൽ വീട്ടിലിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഇട്ടുകൊടുക്കാൻ ആകെ വീട്ടിലുണ്ടായിരുന്നത് ചകിരി നിറച്ച ഒരു തലയണയായിരുന്നു. كنا ننتظر الهلال ثم الهلال ثم الهلال 3 أهلة في شهرين متتابعين فما وقد في بيت رسول الله صلى الله عليه وسلم نار. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണി ഉമ്മുൽ മുഅ്മിനീൻ പറയുകയാണ് റളിയല്ലാഹു തആല അൻഹാ, ഞങ്ങൾ ഒരു പിറവി ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കും, അടുത്ത പിറവി ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കും, അടുത്ത പിറവി ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കും. 3 പിറവി ചന്ദ്രനെ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപൂർണമായ 2 മാസക്കാലം ഫമാ ഉഖിദ ഫീ ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ തീ മൂട്ടിയിരുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു നിങ്ങൾ ജീവിച്ചത് എന്ന ചോദ്യത്തിന് അൽ അസ്വദാൻ പച്ചവെള്ളവും ഉണക്കക്കാരക്കയുമായിരുന്നു. 2 മാസത്തോളം ഉണക്കക്കാരക്കയും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ജീവിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശർക്കരപ്പായ പോലുള്ള പരുപരുത്ത പായയിൽ കിടന്നുറങ്ങാൻ പോകുന്ന പ്രവാചക പുങ്കവൻ ആ പായയുടെ പാട് താൻ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ പറഞ്ഞു പോയതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, നബിയേ, അങ്ങക്ക് ഞാനൊരു പുതപ്പ് തരട്ടെ, ഒരു വിരിപ്പ് തരട്ടെ? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞ മറുപടി, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരലോകം എന്ന വിഷയം കേൾക്കുമ്പോൾ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാലി വഹാദി ദുനിയാ ഇല്ലാ കറാകിബിൻ യസ്തദില്ലു തഹത ശജറ. ഉമറേ, ഞാനും ഈ ദുനിയാവുമായുള്ള ബന്ധം എത്ര തുലോമാണ്, എത്ര തുച്ഛമാണ്. ഇല്ലാ കറാകിബിൻ യസ്തദില്ലു തഹത ശജറ. ഒരു മരത്തണലിൽ വിശ്രമിക്കുന്ന പഥികനെ പോലെയല്ലേ ഉമർ ഞാൻ? ഒരു മരത്തണലിൽ വിശ്രമിക്കുന്ന പഥികനെ പോലെയല്ലേ? അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് യാത്ര പോകുന്ന, ദുനിയാവിൽ അല്പസമയം ദുനിയാവാകുന്ന മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒരു വഴിപോക്കരല്ല ഉമറേ ഞാൻ. പിന്നെ എന്തിനാണ് എനിക്ക് ഇത്ര മിനുസമുള്ള കിടക്ക, അല്ലെങ്കിൽ ഈ പരുപരുത്ത പായ ഞാൻ എന്തിനൊഴിവാക്കണമെന്ന് ചോദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പരലോക ചിന്തയുണ്ടായിരുന്ന ആളായിരുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്ര ആരോഗ്യദൃഢഗാത്രരാണെങ്കിലും ശരി, എത്ര സമ്പന്നരാണെങ്കിലും ശരി, നാം തീർച്ചയായും ഈ ലോകത്ത് നിന്ന് യാത്ര പറയും എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഹൃദയത്തിൽ കൈവച്ചു നോക്കൂ. ഒരു കവി പറയുന്നു, ദഖാതു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി.
മനുഷ്യ, നീ നിന്റെ ഹൃദയത്തിലൊന്ന് കൈവച്ചു നോക്കൂ. ആ ഹൃദയമിടിപ്പ് നിന്നോട് പറയുന്നുണ്ട്, ജീവിതം എന്ന് പറയുന്നത് സെക്കൻഡുകളും നിമിഷങ്ങളും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇതാ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു, ഒരു വയസ്സ് കഴിഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ വർതഹലത്തിൽ ആഖിറത്തു മുഖബില ഫലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയാ. ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ, ദുനിയാവത പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർതഹലത്തിൽ ആഖിറത്തു മുഖബില, പരലോകം നമുക്ക് അഭിമുഖമായി അതിശീഘ്രം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ, ദുനിയാവിന്റെ മക്കളുണ്ട്, പരലോകത്ത് വിജയം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുമുണ്ട്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, പരലോക വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന പരലോകത്തിന്റെ മക്കളായി നിങ്ങൾ മാറുക. പരലോകത്തെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ഈ ദുനിയാവിന്റെ പച്ചപ്പ് മാത്രം കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയ ഈ ദുനിയാവിലേക്ക് മാത്രം ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ദുനിയാവിന്റെ മക്കളായി മാത്രം നിങ്ങൾ മാറരുത് കേട്ടോ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. നാം പരലോകത്തേക്കുള്ള യാത്രയിൽ പരലോകവുമായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് നമ്മോടിങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുല്ലും ബിഇം മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി. ജീവിതം എന്ന് പറയുന്നത് രാവും പകലും എങ്ങനെ കഴിഞ്ഞു പോകുന്നു. നമ്മൾ രാവിലെ നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ കുട്ടികളോടും കുടുംബത്തോടും ഒക്കെ കഴിഞ്ഞു പോകുന്നു. പക്ഷേ മരണമെന്ന് പറയുന്ന തീർച്ചയായും സംഭവിക്കാൻ പോകുന്ന നമ്മുടെ നാടും വീടും കുടുംബക്കാരെയും കൂട്ടുകാരെയും നാം ജീവനതുല്യം സ്നേഹിക്കുന്ന എല്ലാവരെയും വിട്ടുകൊണ്ട് നമ്മുടെ കമുകൻ തോട്ടം കൊണ്ടുപോകാതെ, റബ്ബർ തോട്ടം കൊണ്ടുപോകാതെ, ബാങ്കിൽ നാം സൂക്ഷിച്ചു വെച്ച കാശിൽ നിന്നൊരു കാശ് പോലും കൊണ്ടുപോകാതെ അതെല്ലാം ഇവിടെ വിട്ടേച്ചുകൊണ്ട് നാം ഇവിടുന്ന് യാത്ര പോകാൻ ഇതാ ഒരുങ്ങുകയാണ്. അതിലേക്കുള്ള ആ യാത്ര വളരെ കൃത്യമായി അടുത്തു തന്നെയുണ്ട്. വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി, മരണമെന്ന് പറയുന്നത് സ്വന്തം ചെരുപ്പിന്റെ പട്ടയേക്കാൾ അവനുമായി അടുത്തു നിൽക്കുകയാണ്. നമ്മുടെ ചെരുപ്പ് നമ്മുടെ കാലുമായി എത്രത്തോളം അടുത്തു നിൽക്കുന്നുവോ അതിനേക്കാൾ മരണം നാമുമായി അടുത്തു നിൽക്കുകയാണ്. ഈ ചിന്ത എന്തുകൊണ്ട് മനുഷ്യ നിരക്കില്ല? അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ആ ചിന്തയുണ്ടാകണം. ഒന്ന് രണ്ട് കവിതകൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായും നമ്മുടെ ഹൃദയത്തിലേക്ക് ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രകാശം, ആ പ്രകാശത്തിൽ നിർപ്പിയെടുത്ത ഈ കവിതകൾ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം നൽകുന്നതാണ്. തസവ്വദ് മിനദ് ദുനിയാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി. അല്ലയോ മനുഷ്യ, ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് യാത്ര പോകുന്ന മനുഷ്യ, പരലോകത്തേക്ക് യാത്ര പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു പൊതിച്ചോറ് നീ കരുതുക. യാത്രക്കാരൻ ദീർഘമായി സഞ്ചരിക്കുമ്പോൾ, ഭക്ഷണം കിട്ടാത്ത പ്രദേശത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ, ക്ഷീണിച്ച് വിശക്കുന്ന സമയത്ത് കഴിക്കാനുള്ള ആഹാരത്തിനാണ്, ആ പൊതിച്ചോറിനാണ് സാദ് എന്ന് പറയുക. അതുകൊണ്ട് പരലോകത്തേക്ക് യാത്ര പോകുന്ന മനുഷ്യ, പരലോകത്തേക്കുള്ള സാദുമായിട്ട് നീ പോകണം കേട്ടോ. പരലോകത്തേക്കുള്ള സാദ് എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ 12-ന് ആ ആഘോഷ ദിവസം കഴിക്കുന്ന ചോറല്ല, ബദ്രീങ്ങൾ ആണ്ടിന് കഴിക്കുന്ന ചോറല്ല, അതല്ലെങ്കിൽ അങ്ങനെ പല പേരിലും നാം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരുടെ അമ്പിയാക്കന്മാരുടെ ജന്മദിനങ്ങളിൽ നാം കൊണ്ടാടുന്ന, നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാര വസ്തുക്കളോ പൊതികളോ അല്ല. മറിച്ച് ഖുർആനും സുന്നത്തും നമുക്ക് വഴി കാണിച്ചു തന്ന, വ്യക്തമായി വിശദീകരിച്ചു തന്ന അമലും സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ, നല്ല വിശ്വാസങ്ങൾ, ഇത് നീ തീർച്ചയായും സ്വായത്തമാക്കുക. ഇത് നീ ശേഖരിച്ചു വെക്കുക, ജീവിതത്തിൽ
നീ സൽക്കർമ്മങ്ങൾ ചെയ്യുക. അതാണ് പരലോകത്തേക്ക് നിനക്ക് കൊണ്ടുപോകാനുള്ള സാദ്. കാരണമെന്ത്? നിനക്കൊരിക്കലും തന്നെ അറിയുകയില്ല. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശൂന ഇലൽ ഫജ്രി, ഇന്ന് രാത്രിയായാൽ നാളെ നേരം വെളുക്കുമ്പോഴും നീ ജീവിക്കുമോ എന്ന് നിനക്കൊരിക്കലും തന്നെ അറിയുകയില്ല. ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഫാത്തിമക്കുട്ടി എന്ന ആൾ ഇന്ന് രാത്രി 12 മണിക്കാണ് മരിക്കേണ്ടത് എന്ന് മലക്കുൽ മൗത്തിന് റഹ്മാനായ റബ്ബ് കൽപ്പന കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും വൈകാതെ മലക്കുൽ മൗത്ത് വന്ന് അഖ്രിജീ നഫ്സകി, അല്ലയോ ഫാത്തിമ, നിന്റെ ആത്മാവിനെ ഇങ്ങോട്ട് പുറത്തെടുക്കൂ എന്ന് പറയും. അബ്ദുൽ അസീസ് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇതാ അബ്ദുൽ അസീസ് 4-5 വർഷമായി ഇങ്ങനെ ഈ നാട്ടിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരിപാടിയിലൊക്കെ നീ പങ്കെടുത്ത് സംസാരിക്കാറുണ്ട്. ഈ പരലോകത്തെ കുറിച്ചുള്ള പ്രസംഗം നിന്റെ അവസാനത്തെ പ്രസംഗമാണ്. ഇനി നിനക്കൊരിക്കലും തന്നെ ഈ ദുനിയാവിൽ പ്രസംഗിക്കാൻ ഒരു ചാൻസ് ഇല്ല. പോകാൻ സമയമായി എന്ന് മലക്കുൽ മൗത്ത് വന്ന് പറയുമ്പോൾ അബ്ദുൽ അസീസിന് ഒരിക്കലും തന്നെ ഒരു പ്രസംഗം കൂടി നടത്താൻ ഒരു ചാൻസ് കൂടി തരയണമേ എന്ന് പറയാൻ അവകാശമില്ല. കാരണം ഇന്ന് രാത്രിയായാൽ നേരം വെളുക്കുമോ എന്ന് ഒരാൾക്കും തന്നെ അറിയുകയില്ല. ഞങ്ങളുടെ നാട് തൃപ്പനച്ചിയുടെ തൊട്ടടുത്ത് പൂക്കളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ 2-3 ദിവസം മുമ്പ് ഒരാള് മരിക്കുകയുണ്ടായി. നല്ലൊരു ചെറുപ്പക്കാരൻ, 30 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ. തന്റെ പിതാവ് മരിച്ചപ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന ആ ചെറുപ്പക്കാരൻ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ഒരു രോഗവുമില്ല. എല്ലാ ദിവസവും തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന എന്റെ പുന്നാര മകൻ എന്തുകൊണ്ട് ഇന്ന് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഉമ്മ ആ റൂമ് തട്ടി വിളിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും തന്റെ ഉമ്മായുടെ വിളിക്കുത്തരം ചെയ്യുന്നില്ല. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു, ഒരു രോഗവുമില്ലാതെ. അതാണ് കവി പറയുന്നത്, എത്രയെത്ര അരോഗതയുടെ ഗാത്രരായ ചെറുപ്പക്കാരാണ് ഒരു രോഗവുമില്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. ഇയാളൊന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് രോഗിയായി കിടക്കുന്ന ആ രോഗിയും അയാളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളും വരെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, വളരെ കാലമായി ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടി വൃണമായി നീരൊലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വെറും ചുണ്ടിൽ തേച്ചു കൊടുത്ത വെള്ളം കൊണ്ട് എത്രയെത്ര കാലമാണ് മരിക്കാതെ ജീവിക്കുന്നത്. എത്രയെത്ര രോഗികളാണ് മരിക്കാതെ ഒരുപാട് കാലം ജീവിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, മരണത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ഒരു പ്രദേശത്ത് ഒരു പ്രസംഗം സംഘടിപ്പിക്കപ്പെടുമ്പോൾ, ഒരു മതപ്രഭാഷണം സംഘടിപ്പിക്കപ്പെടുമ്പോൾ എന്താണ് അത് എന്നൊന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടാതെ തന്റെ ജീവിതത്തിലെ എല്ലാ സെക്കൻഡുകളും നിമിഷങ്ങളും മണിക്കൂറുകളും ഭൗതികമായ ജീവിതത്തിലെ സുഖാഡംബരങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന മനുഷ്യൻ, അരോഗതയുടെ ഗാത്രനായ ചെറുപ്പക്കാരൻ, രാവിലെയും വൈകുന്നേരവും അശ്രദ്ധരായി കഴിച്ചു കൂട്ടുന്നു. പക്ഷേ അവൻ ഓർക്കേണ്ടതുണ്ട്, അവനെ കഫൻ ചെയ്യാനുള്ള പുടവ വേങ്ങര ഏതോ ഒരു ക്ലോത്ത് മാർട്ടിൽ എത്തിയിട്ടുണ്ട്, നെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ചെറുപ്പക്കാരനെ കഫൻ ചെയ്യാനുള്ള പുടവ ആ പീടികയിൽ എത്തിയിട്ടുണ്ട് എന്നറിയാതെ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരണത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ കഴിഞ്ഞുകൂടുന്നത് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. വീടൊക്കെ ഉണ്ടാക്കി നല്ല സുഖത്തോടെ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ രാവിലെ തന്റെ ഉമ്മയോടൊപ്പം, മക്കളോടൊപ്പം, ഭാര്യയോടൊപ്പം തമാശകളും സന്തോഷവും നിറഞ്ഞ ജീവിതം
സ്വന്തം വീട്ടിൽ കഴിച്ചു കൂട്ടുമ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്ക് അവൻ ചെന്നെത്താനുള്ള ഇടം ആരാരും കൂടെ പോകാത്ത ഖബറായിരിക്കാം എന്നറിയാതെ എത്രയെത്ര ആളുകളുണ്ട്. നമ്മൾ ഇന്ന് രാത്രി തന്നെ നമ്മുടെ കിടപ്പറയിലേക്ക് പോകുമോ, അതല്ല നാം മണ്ണിലേക്കാണോ പോവുക എന്ന് അറിയാത്ത എത്രയെത്ര ആളുകളുണ്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള കവിതകളൊക്കെ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് നാം ഇറക്കി വെക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും മരണത്തെ എങ്ങനെ വിശദീകരിച്ചോ അതേ രൂപത്തിൽ തന്നെയാണ്, ആ വിശദീകരണത്തിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്. നാം ചിന്തിക്കാൻ വേണ്ടിയാണത്. ഉമർ ഉസ്താനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഈ വിഷയമായി പറഞ്ഞൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. فكم من صحيح بات للموت آمنا أتته المنايا بغتة بعدما هجعه. എത്രയെത്ര ആരോഗ്യവാന്മാരാണ് മരണത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ നിർഭയരായി കഴിച്ചുകൂട്ടുന്നത്. പക്ഷേ അവൻ കിടന്നുറങ്ങിയതിനു ശേഷം അവൻ ഉറക്കത്തിൽ തന്നെ മരണം അവനെ ബാധിച്ചേക്കാം. ഫലം യസ്തതിഇദ് ജാഅഹുൽ മൗതു ബഗ്തതൻ ഫിറാറൻ വലാ മിൻഹു ബിഖുവതിഹിം തനാഅ. മരണം അവനെ വളരെ പെട്ടെന്ന് പിടികൂടുകയാണെങ്കിൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനോ ശക്തി ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുവാനോ അവന് സാധ്യമല്ല. فأصبحت تبكيه النساء مقنعا ولا يسمع الداعي وإن صوته رفع. സ്വന്തം ഭാര്യയും ഉമ്മയും അടുത്തവരും ഉറ്റവരും ഉടയവരുമൊക്കെ വല്ലാത്ത വേദനയോടെ ഇയാൾ വേർപെട്ടു പോകുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആരുടെ വിളിയും അയാൾ കേൾക്കുകയില്ല. എനിക്കിനി ആരാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വായി പൂട്ടി കരയരുതേ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പൊട്ടിക്കരഞ്ഞു പോകുന്ന ഭാര്യ, എന്റെ മകൻ എന്നെ കൂട്ടാതെ പോയല്ലോ എന്ന് പറഞ്ഞ് വേദനയോടെ കണ്ണീര് പൊഴിച്ചിട്ട് കൊണ്ടിരിക്കുന്ന ഉമ്മ, ഇവരുടെ സംസാരമൊന്നും അയാൾ കേൾക്കുന്നില്ല, അയാൾക്കത് ശ്രദ്ധിക്കാനുമില്ല. അദ്ദേഹം എന്താണ് ചെയ്തത്? എന്താണ്? അയാളെ ഖബറിലേക്ക് കൊണ്ടുപോവുക. നമ്മളെ റൂം സ്വന്തം ഉപ്പ പാതിരാക്ക് വരെ എഴുന്നേറ്റ് ടോർച്ചെടുത്ത് ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്ക് 4 ഭാഗത്തേക്ക് മടിച്ചു നോക്കിയിരുന്ന വൃദ്ധനായ ഒരു ഉപ്പ, അയാള് മരിച്ചാൽ ആ വീട്ടിലെ പ്രകാശം അണഞ്ഞു പോയതുപോലെയാണ്. ആ റൂം വല്ലാതെ കാലിയായി കിടക്കുകയാണ്. അതുപോലെ ഒരാൾ പിന്നെ അവിടെ ഇല്ല. അയാൾ മരിച്ചു കഴിഞ്ഞാൽ, ആരാണെങ്കിലും ശരി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത് ഖബറിലേക്കാണ്. പിന്നെ അയാൾ കിടന്നുറങ്ങുന്നത് ആ റൂമിലാണ്. ഇന്നലെ വരെ അദ്ദേഹം സമ്പാദിച്ച എല്ലാം ഇവിടെ ഇട്ടേച്ചുകൊണ്ടാണ് അയാൾ പോകുന്നത്. പോകുമ്പോൾ എന്താ കൊണ്ടുപോകുന്നത് എന്ന് മറ്റൊരു കവി പറഞ്ഞു. വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിഖത്തിൻ വമാമറു മിൻ മൻസിലിൻ വല്ല ഖാലിയാ. പോയപ്പോൾ കൊണ്ടുപോയത് എന്താണ്? കുറച്ച് തുണിക്കഷ്ണം, ആരെങ്കിലും വെച്ചു കൊടുത്ത കുറച്ച് പഞ്ഞിക്കഷ്ണം, ഇത് മാത്രമാണ് അവർ കൊണ്ടുപോകുന്നത്. അതല്ലാത്തതെല്ലാം തന്നെ ഇവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫലാ യത്റുകിൽ മൗത്തുൽ ഗനിയ ലിമാലിഹി വലാ മുഅദിമൻ ഫിൽ ബാലി ദാ ഹാജത്തിൻ യദാ. ധനികൻ, അയാളുടെ സമ്പത്ത് കാരണം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. സമ്പത്തില്ലാത്ത സാധുവിന് അക്കാരണം കൊണ്ടും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാക്കിൽ നിന്നും
സാരഗർഭമായ കവിതകൾ, ഖുർആനി വെളിച്ചത്തിൽ ജനഹൃദയത്തിലേക്ക് എത്തിക്കുന്ന കവികളുടെ കവിതകളിൽ നിന്നുമൊക്കെ നാം വ്യക്തമായി മനസ്സിലാക്കി, മരണം അത് തീർച്ചയായും ഉണ്ടാകും. അതിന്റെ വക്കത്ത് നാം എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ എങ്ങനെ നമ്മൾ മരിക്കുക? ചിലര് പെട്ടെന്നാണ് മരിച്ചു പോകും, ചിലര് കുറച്ചു ദിവസം വീട്ടിൽ കടന്നിട്ടുള്ള മരണം. ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വവന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മനുഷ്യൻ മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു. ധിക്കാരിയായ മനുഷ്യ, അല്ലാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യ, വേണ്ട കേട്ടോ. ഇദാ ബലഗത്തി തറാഖിയ, ജീവിതത്തിന്റെ കുഴിയിലെത്തിയാൽ, വഖീല മൻ റാഖ്, ചുറ്റുഭാഗത്തു നിന്നും പറയുന്നു വല്ല മാന്ത്രികനും ഉണ്ടോ ഇയാളെ ഒന്ന് രക്ഷിക്കാൻ എന്ന്. പക്ഷെ ആർക്കും അയാളെ രക്ഷിക്കാൻ സാധ്യമല്ല. ഒരു മാന്ത്രികനും ഒരാളെയും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഇയാള് വ്യക്തമായി മനസ്സിലാക്കി, ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. ഞാൻ എന്റെ ഉമ്മയെ വിട്ടു പോകുന്നു, എന്റെ ഭാര്യയെ വിട്ടു പോകുന്നു, എന്റെ കുട്ടികളെ വിട്ടു പോകുന്നു. ഭാര്യ വിചാരിക്കുന്നു, മരിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിനെ വിട്ട് ഞാൻ പോകുന്നു, എന്റെ കുഞ്ഞിനെ വിട്ട് ഞാൻ പോകുന്നു, എന്റെ ഉമ്മയെ വിട്ട് ഞാൻ പോകുന്നു, എന്റെ നാട് വിട്ട് ഞാൻ പോകുന്നു, എന്റെ വീട് വിട്ട് ഞാൻ ഇതാ പോവുകയാണ്. കണങ്കാലുമായി കൂടി പിണരുകയും ചെയ്യുന്നു. പിന്നെ നയിക്കപ്പെടുന്നത് നിന്റെ രക്ഷിതാവിന്റെ സന്നിധാനത്തിലേക്കാണ്. പിന്നെ നിന്നെ രക്ഷിക്കാൻ ഈ ലോകത്ത് നിന്റെ കുടുംബക്കാർ ഉണ്ടാവുകയില്ല, നിന്റെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുകയില്ല, നിന്റെ നേതാക്കന്മാരുണ്ടാവുകയില്ല, നിന്നെ കൈകൊട്ടി എല്ലാ തെറ്റിനും പ്രോത്സാഹിപ്പിച്ച ഒരാളും തന്നെ നിന്നെ രക്ഷിക്കാൻ ഉണ്ടാവുകയില്ല. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ആധിപത്യം ആർക്കാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഫിർഔൻ വരെ പറയുന്നു അന റബ്ബുകുമുൽ അഅ്ല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷിതാവ് എന്ന് പറഞ്ഞിരുന്ന ആ ഫിർഔൻ പറയുന്നു, നമ്രൂദ് പറയുന്നു, ഇട്ടമറുക് പറയുന്നു, അതുപോലുള്ള വലിയ വലിയവന്മാരായ നിഷേധികളായ ആളുകൾ പറയുന്നു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇന്നത്തെ ആധിപത്യം എല്ലാം അടക്കി ഭരിക്കുന്ന സർവശക്തനായ ജഗന്നിയന്താവിനാണ് എന്ന് എല്ലാവരും പ്രഖ്യാപിക്കുന്ന ആ ദിവസം ആ റബ്ബിന്റെ അടുക്കലേക്കാണ്. ആ ദിവസത്തേക്ക് ഒരു പുനർജനിക്ക് വേണ്ടി നിന്നെ കൊണ്ടുപോവുകയാണ്. ഇനി നീ വീട്ടിലേക്ക് മടങ്ങി വരുന്നില്ല. വല്ലാത്തൊരു യാത്രയാണത്, വല്ലാത്തൊരു യാത്രയാണത്. ഹജ്ജിന് പോകുന്ന ആൾ ഹജ്ജിന് യാത്ര അയക്കുമ്പോ, ഗൾഫിൽ പോകുന്ന ആൾ ഗൾഫിൽ പോകാൻ യാത്ര അയക്കുമ്പോഴൊക്കെ കണ്ണീര് പൊഴിച്ച് ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് യാത്ര അയക്കുന്ന ഉമ്മയും ഉപ്പയും ബാക്കിയുള്ളവരുമൊക്കെ അയാൾ ഒരിക്കലും തന്നെ മടങ്ങി വരാത്ത പരലോകത്തേക്ക് യാത്ര അയക്കുമ്പോൾ എന്താണ് അയാൾ കൊണ്ടുപോകുന്നത്? എന്താണ് അയാൾ കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് വലദത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ والناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا ولدتك أمك يا ابن آدم باكيا. ആദമിന്റെ മകനായ മനുഷ്യ, നിന്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് കരഞ്ഞുകൊണ്ടാണ് നീ ഭൂമിയിലേക്ക് പിറന്നു വീണത്. വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ, മാതാവ് അല്ലെങ്കിൽ ഭാര്യ ഒരു തകരാറും കൂടാതെ കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു. സന്തോഷിച്ചുകൊണ്ട് എല്ലാവരും ചുറ്റുഭാഗത്തു നിന്നും പൊട്ടിച്ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. അതുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് നീ യാത്ര പോകുന്ന സമയത്ത് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കും. ദുനിയാവിലേക്ക് വന്നപ്പോൾ നീ കരഞ്ഞു വന്നപ്പോൾ എല്ലാവരും ചിരിച്ചിട്ടുണ്ടെങ്കിൽ നീ പോകുന്ന സമയത്ത് ഇവിടെ എല്ലാവരും കരയും. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ, സമാധാനത്തോടെ കണ്ടുമുട്ടാൻ തയ്യാറായിക്കൊണ്ട് നീ പോവുക.
ഇതാണ് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്. വിശുദ്ധ ഖുർആനിലും ഇതേ കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും പരലോകത്തെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത മനുഷ്യൻ നമസ്കരിക്കുന്നില്ല, നോമ്പെടുക്കുന്നില്ല, അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഒരു കാക്കാശ് പോലും കൊടുക്കാൻ അയാൾ തയ്യാറില്ല. ഇങ്ങനെ പാപികളായ മനുഷ്യന്മാർ, നിഷേധികളായ മനുഷ്യന്മാർ, അവരെ മരണം ആസ്വദിക്കുന്നത് എങ്ങനെയെന്ന് ഖുർആൻ പറയുന്നു. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്. നബിയെ താങ്കളെങ്ങാനും കാണുകയാണെങ്കിൽ പാപികളെ അല്ലാഹുവിന്റെ മലക്കുകൾ, അക്രമികളായ മനുഷ്യരെ, നിഷേധികളായ റബ്ബിന്റെ മലക്കുകൾ, മലക്കുൽ മൗത്ത് മരണത്തെ പിടിക്കുന്ന മലക്കുകൾ വന്നുകൊണ്ട് അവരെ മരിപ്പിക്കുന്നത് താങ്കളെങ്ങാനും കാണുകയാണെങ്കിൽ അവരുടെ മുഖത്തും പുറത്തും ശക്തിയായി പ്രഹരിച്ചുകൊണ്ട്, അടിച്ചുകൊണ്ട് അവരെ ആത്മാവിനെ വലിച്ചെടുത്ത് പോകുന്ന ആ കാഴ്ച നബിയെ താങ്കളെങ്ങാനും കാണുകയാണെങ്കിൽ, മാത്രമല്ല പോകുന്ന സമയത്ത് പറയുന്നു ആത്മാവിനോട്, കത്തിയെരിയുന്ന ആ ശിക്ഷ നീ ആസ്വദിക്കുകയും ചെയ്യുക. നിങ്ങളെ നരകത്തിലിട്ട് ശിക്ഷിക്കാൻ അല്ലാഹുവിന് യാതൊരു ആഗ്രഹവുമില്ല. കരുതിക്കൂട്ടി നിങ്ങളെ നരകത്തിലിട്ട് കരിക്കുകയല്ല, അല്ലാഹു നിങ്ങളെ ആക്രമിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതു കാരണമാണ് കത്തിയെരിയുന്ന നരകത്തിൽ നിങ്ങൾ കടക്കാൻ പോകുക, നിങ്ങൾ കടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്ന സമയം മുതൽ നമ്മളെ പ്രഹരിച്ച് വേദനിപ്പിച്ച് ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞ് നമ്മെ അക്രമികളെ മരിപ്പിക്കുന്ന ആ കാഴ്ചയെങ്ങാനും കാണുകയാണെങ്കിൽ എന്ന് സൂറത്തുൽ അൻഫാലിലെ 50-51 ആയത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനിടയിൽ ഇങ്ങനെയുള്ള പരലോകത്തെ കുറിച്ചും അല്ലാഹുവിനെ കുറിച്ചും ഒക്കെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് മനുഷ്യർ അല്പമെങ്കിലും ഒന്ന് പാകമാകട്ടെ കുടിച്ച് തോന്യാസികളായി ജീവിക്കുന്ന വ്യഭിചാരികളായ, അക്രമികളായ, എല്ലാ പുണ്യകർമ്മങ്ങളും ഉപേക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അല്പമെങ്കിലും ഒന്ന് ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും പരമാവധി ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത് ജീവിതം അല്ലാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ആളുകൾ, അത്തരം ആളുകളും മരിക്കും. അവരെ മരിപ്പിക്കുന്ന അവസ്ഥയും ഖുർആൻ പറയുന്നു. അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. എന്താണ് പറയുന്നത്? അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ, നല്ലവരായ ആളുകളെ അല്ലാഹുവിന്റെ മലക്കുകൾ മരിപ്പിക്കുന്ന സന്ദർഭം യഖൂലൂൻ, ആ മലക്കുകൾ ഇവരോട് പറയുകയാണ്, സലാമുൻ അലൈക്കും. കുഞ്ഞിനെ വിട്ടുപോരാൻ ഭയമുണ്ടോ? കുഞ്ഞിനെ വിട്ടുപോരാൻ ഭയമുണ്ടോ? വീട് വിട്ടുപോരാൻ വിഷമമുണ്ടോ? വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, ഖേദിക്കണ്ട. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷാസമാധാനം. ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതു കാരണം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക, നിങ്ങൾക്ക് ചെന്നെത്താനുള്ള ഇടം സ്വർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസവചനങ്ങൾ, സമാധാനത്തിന്റെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാവിൽ നിന്ന് മുടി വലിച്ചെടുക്കുന്നത് പോലെ മയമായിട്ടായിരിക്കും സത്യവിശ്വാസികളുടെ ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ സ്വീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ലിഹാദൽ മൗതി ലസഖറ, നിശ്ചയമായും ഈ മരണത്തിന് ഒരു വല്ലാത്ത വേദനയുണ്ട് കേട്ടോ, വല്ലാത്ത വേദനയുണ്ട് കേട്ടോ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തെ പുൽകാൻ തയ്യാറായി നിൽക്കുന്നവനാണ് സത്യവിശ്വാസി. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങളാരും മരിക്കരുത് കേട്ടോ എന്ന് ഖുർആൻ പറയുമ്പോൾ മരിക്കുമെന്ന ചിന്തയോടെ, പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന ചിന്തയോടെ, സ്വർഗം മുന്നിൽ കണ്ട് നരകത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവുമായിട്ട് ആണ് സത്യവിശ്വാസി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവനിവിടെ സമാധാനമുണ്ടാകും.
എന്നാലും നാം ആലോചിക്കേണ്ടതുണ്ട്. ആർക്കും ഇവിടെ നിന്ന് പെട്ടെന്ന് യാത്ര പോകാൻ ആഗ്രഹം ഉണ്ടാവുകയില്ല. ഒരൊറ്റ സംഭവം ഞാൻ പറയട്ടെ. സഹാബാ കിറാമിന് എത്രത്തോളം പരലോകവുമായി അവർ ബന്ധമുണ്ടായിരുന്നു. അവർക്ക് ഈ പരലോകത്തേക്ക് പോകാനുള്ള കാര്യത്തിൽ യാതൊരു ഭയവും തന്നെ അവർക്കുണ്ടായിരുന്നില്ല. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരൊറ്റ സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരു കറുത്ത അടിമയായിരുന്നു, കാപ്പിരിയായിരുന്നു, കാണാനൊരു ഭംഗിയുമില്ലാത്ത ആളായിരുന്നു. ആ സന്ദർഭത്തിൽ കല്യാണം കഴിക്കാനുള്ള വല്ലാത്ത മോഹമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പല ചെറുപ്പക്കാരും ഒരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഒരുപാട് പെണ്ണുങ്ങളെ സാരി മാറ്റിച്ചവരാണ്. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി കുറെ വീട്ടിൽ ചെന്ന് പലതരത്തിലുള്ള പെണ്ണുങ്ങളെയും കണ്ട് അവസാനം ഒന്നിനെ കെട്ടി പോന്നിട്ടുണ്ട്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു എങ്ങനെ കല്യാണം കഴിച്ചത്? അമ്മോസനാകാൻ വേണ്ടി പോകുന്ന ആൾ അടുക്കൽ ചെന്ന് പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു തആല അൻഹു തന്റെ ഇക്കയെയും കൊണ്ട് സഹോദരനെയും കൊണ്ട് പോവുകയാണ്. എന്നിട്ട് രണ്ട് പെൺമക്കളുള്ള ആയുടെ ഉപ്പയോട് പറയുന്നു, അന ബിലാൽ വഹാദാ അഖീ അബ്ദാനി മിനൽ ഹബശ കുന്നാ മുഅല്ലൈനി ഫഹദാനല്ലാഹ് വകുന്നാ അബ്ദൈനി ഫഅതഖനല്ലാഹ്. എന്താ പറയുന്നത്? അന ബിലാൽ, ഞാൻ ബിലാലാണ്. വഹാദാ അഖീ, ഇതെന്റെ സഹോദരനാണ്. അബ്ദാനി മിനൽ ഹബസ, ഹബസയിലെ രണ്ട് അടിമകളായിരുന്നു ഞങ്ങൾ. കുന്നാ മുഅല്ലൈനി ഫഹദാനല്ലാഹ്, ഞങ്ങൾ രണ്ടുപേരും വഴിപിഴച്ചവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സന്മാർഗത്തിലാക്കി. വകുന്നാ അബ്ദൈനി ഫഅതഖനല്ലാഹ്, ഞങ്ങൾ രണ്ടുപേരും അടിമകളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സ്വതന്ത്രരാക്കി, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. അതുകൊണ്ട് ഇൻ തുസവ്വിജൂന, നിങ്ങളുടെ രണ്ട് മക്കളിൽ ഒന്നിനെ എനിക്കും ഒന്നിനെ എന്റെ എക്കാക്കും നിങ്ങൾ കല്യാണം കഴിച്ചു തരികയാണെങ്കിൽ ഫൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഇനി നിങ്ങൾ ഞങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാതെ ഞങ്ങളെ ആട്ടി ഓടിക്കുകയാണെങ്കിൽ ഫല്ലാഹു അക്ബർ, അപ്പോൾ അല്ലാഹു മഹാനാണ്. ഏത് സന്ദർഭത്തിലും അല്ലാഹുവിനെ വിട്ടുള്ള കളിയില്ല. കല്യാണം കഴിച്ചു തന്നാൽ അൽഹംദുലില്ലാഹ്, കല്യാണം കഴിക്കാതെ വിട്ടുപോയാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു ഏതായാലും വിവാഹിതനായി കുറെ കാലം ഭാര്യയോടൊപ്പം ജീവിച്ചു. എന്നിട്ട് ഭാര്യയുടെ സന്നിധാനത്തിൽ വെച്ച് തന്നെ അദ്ദേഹം മരിക്കുകയാണ്. ഭാര്യ ഹാജരുള്ള സമയത്ത് മരിക്കുന്നു, ഈ ഭാര്യ സന്നിഹിതയായ സമയത്ത് മരിക്കുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞുപോയി, ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വേർപാട് കണ്ട് എന്താ പറഞ്ഞത്? വേദന, വിഷമം, ബുദ്ധിമുട്ട്, എന്തൊരു വേദന, എന്തൊരു വിഷമം, എന്തൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ ഈ വാക്ക് ഉച്ചരിക്കുന്നത് മരണത്തോട് മല്ലടിക്കുന്ന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു കേട്ടപ്പോൾ ഭാര്യയെ വിളിച്ചു പറഞ്ഞ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എടീ, നീ ഒരിക്കലും വാക്കറുബ എന്ന് പറയല്ലേ, എന്റെ സന്തോഷമേ, എന്റെ സന്തോഷമേ. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല പറയുകയാണ്, എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഗദൻ സഅൽഖാ അഹബ്ബത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാർ, സ്നേഹിതന്മാർ, സ്നേഹം അതെനിക്കിതാ നാളെ കിട്ടാൻ പോവുകയാണല്ലോ. ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോവുകയാണല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബാങ്ക് കൊടുത്തിരുന്ന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ബാങ്ക് നിർത്തിവെച്ച് പിന്നീട് ഒരിക്കൽ കൂടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കർണാനന്ദകരമായ ബാങ്ക് ഒന്ന് കേൾക്കാൻ വേണ്ടി ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹുവോട് പറഞ്ഞപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമ്മതിച്ച ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ചതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വാക്ക് പറഞ്ഞപ്പോൾ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹം ബോധം കെട്ട് വീണുപോയി. അത്രമാത്രം റസൂലുള്ളാഹിയെ സ്നേഹിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു
വളരെ കാലം കൊതിച്ചതിന് ശേഷം കിട്ടിയ ഭാര്യ, ആ ഭാര്യയെയും വിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഭാര്യയ്ക്ക് വേദനമുണ്ട്, വേണ്ടുണ്ട്, വിഷമമുണ്ട്. പക്ഷേ ഭാര്യ അത് പ്രകടിപ്പിച്ചപ്പോൾ പറയുന്നു, എനിക്കുള്ളത് വേദനയല്ലടി വാ തുറബാ, സന്തോഷമാണ് എനിക്കുള്ളത്, സന്തോഷമാണ്. കാരണം ഞാൻ റസൂലുള്ളാഹിയെ കാണാൻ പോവുകയല്ലേ, റസൂലുള്ളാഹിയെ കാണാൻ പോവുകയല്ലേ എന്ന് പറഞ്ഞ മരണത്തെ ഒരിക്കലും ഭയപ്പെടാതെ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ജീവിച്ചിരുന്ന സഹാബാ കിറാം പരലോകം ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയവരാണ്. മനസ്സിലാക്കുക മാത്രമല്ല, ജീവിതം ആ പരലോകം എങ്ങനെയാണോ ഖുർആൻ വർണ്ണിച്ചത് ഏ രൂപത്തിൽ ചിട്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് അവർക്ക് എല്ലാ സന്ദർഭങ്ങളിലും ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടും പറഞ്ഞു, അക്തിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാതി അൽ മൗത്ത്, സർവ്വവിധ സുഖങ്ങൾക്കും വിരാമമിടുന്ന മരണത്തെ നിങ്ങൾ കൂടുതലായി ഓർത്തുകൊണ്ടിരിക്കുക. നിങ്ങളെ എല്ലാ സുഖങ്ങൾക്കും വിരാമമിടുന്ന മരണം അത് നിങ്ങൾ കൂടുതലായി ഓർത്തുകൊണ്ടിരിക്കുക എന്നാര് പറഞ്ഞു? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം തറാവീഹ് നമസ്കരിച്ച, അതല്ലെങ്കിൽ നമുക്ക് ചായ കൊണ്ടുവന്നു തന്ന, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സജീവമായി പ്രവർത്തിച്ച ആൾ ഇന്നതാ ആ കിടക്കുന്ന ഖബറിലാണുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങളോട് ഖബർ സന്ദർശനം ഞാൻ ഒരിക്കൽ വിരോധിച്ചിരുന്നു, ഇനി നിങ്ങൾ അത് സന്ദർശിക്കുക. കാരണം എന്തെന്നല്ലേ? ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, പരലോകം തീർച്ചയായും നിങ്ങൾ ഓർമ്മപ്പെടുത്തും. നിങ്ങൾ ഖബർ സന്ദർശിക്കുകയാണെങ്കിൽ ആ ഖബറിൽ മരിച്ചുപോയ ആൾ وأنت غدا أو بعده في جوارهم وحيدا فريدا في المقابر ثابيا. നാളെ അല്ലെങ്കിൽ മറ്റന്നാള് നീയും അവരോടൊപ്പം ഒറ്റക്ക് ആ ഖബറിൽ കഴിഞ്ഞുകൂടേണ്ടവരല്ലേ? ഏറ്റവും മഹാന്മാരുമായ ആളുകൾ വരെ മരിച്ചു കിടക്കുകയാണ്. ആ ഖബറിടങ്ങളിൽ പോയി ഞാനും കിടക്കേണ്ടവനാണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടി ഖബർ സന്ദർശിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൽപ്പിക്കുകയുണ്ടായി, നമ്മെ ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് ഖബർ സന്ദർശനം ശിർക്കാണെന്നോ പാടില്ലാത്ത കാര്യമാണെന്നോ മുജാഹിദുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറിച്ച് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ഖബറിടങ്ങളിൽ ചെന്നുകൊണ്ട് മരിച്ചു കിടക്കുന്ന ആളോട് എന്നെ രക്ഷിക്കണമേ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വന്തം രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരു മനുഷ്യൻ ആരായാലും അയാൾക്ക് നമ്മെ രക്ഷിക്കാൻ സാധ്യമല്ല. രക്ഷിക്കാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹുവോട് മാത്രമേ നമ്മൾ രക്ഷ തേടാൻ പാടുള്ളൂ എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു. അതല്ലാതെ മരിച്ചു കിടക്കുന്ന ഉറ്റവന്റെ ഉടയവന്റെ ഖബർ സന്ദർശിച്ചുകൂടാ എന്നൊരിക്കലും തന്നെ മുജാഹിദുകൾ പറയുന്നില്ല. ഇങ്ങനെ നമ്മൾ ഖബറിലേക്ക് എത്തിച്ചേർന്നാൽ, ഖബറിലേക്ക് അങ്ങ് പോയാൽ പിന്നെന്താ ഉണ്ടാവുക? അവിടെയാണ് നമ്മളെ ചെറുപ്പക്കാരധികവും തെറ്റായ രൂപത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. കാരണം എന്താ? ചിതലും പുഴുക്കൾ തവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ, കാർഡില്ല റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. നമ്മളൊക്കെ സഹോദരിമാര് ആ മുടിയൊന്ന് പുറത്ത് കാണിക്കാൻ വേണ്ടി, സാരി ഉടുത്ത് വയറൊന്ന് ജനങ്ങൾ കാണിക്കാൻ വേണ്ടി എത്ര കിണഞ്ഞ് പരിശ്രമിക്കാറുണ്ട്. ആ മുഖമൊന്ന് സുന്ദര മുഖമാകാൻ വേണ്ടി ഏതൊക്കെ കേന്ദ്രങ്ങളിൽ ചെന്ന് വളരെ നല്ല വസ്തുക്കൾ ഉപയോഗപ്പെടുത്താറുണ്ട്. എല്ലാ ദിവസവും ക്ലീൻ ഷേവ് ചെയ്ത് നല്ല നല്ല പുരുഷന്മാര് മുഖം തക്കാളി പോലെയാക്കിയ ആളുകളൊക്കെ, അതുപോലെ എന്നെ പോലെ ഇങ്ങനെ താടി വെച്ച ആളുകളും എല്ലാവരും ഖബറിലേക്ക് അങ്ങ് ചെന്ന് കിടന്നാൽ ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ. നമ്മെ തിന്നാൻ വേണ്ടി വളരെ കൃത്യമായി ചിതലും പുഴുക്കളും നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല തടിയും മാംസമുള്ള ആളുകളാവുമ്പോ
ക്യൂ സിസ്റ്റം ഇല്ല, തള്ളലാണ്. അതുകൊണ്ട് ക്യൂ സിസ്റ്റം ഒന്നുമില്ലാതെ തള്ളിക്കൊണ്ട് വലിയ വലിയ മനുഷ്യനെ ഈ പുഴുക്കൾ തിന്നു തീർക്കുന്ന കാഴ്ച. മനുഷ്യ, നിന്റെ ഖബറൊന്ന് മാന്തി നോക്കിയാൽ, നിന്നെ മറമാടിയതിനു ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് നിന്റെ ഖബറൊന്ന് മാന്തി നോക്കിയാൽ നിനക്ക് കാണാൻ കഴിയും നീ എന്ന് പറയുന്ന മനുഷ്യൻ എത്ര വലിയവനായിരുന്നു. ഇവിടെ നിന്നെ പേടിച്ച് എത്ര ആളുകൾ നിനക്ക് സുജൂദ് ചെയ്ത് ഇവിടെ ജീവിച്ചിരുന്നു. നീ ദൈവമായി ചമഞ്ഞിരുന്നു. ആരാണെങ്കിലും ശരി, നിന്നെ മറമാടപ്പെട്ട ശേഷം ദിവസങ്ങൾ കഴിഞ്ഞൊന്ന് മാന്തി നോക്കിയാൽ ഇരുതല കറുത്ത പുഴുക്കൾ ഓമന കവിൾത്തടത്തിലൂടെ അരിച്ചിറങ്ങുന്ന ആ കാഴ്ച നീ എങ്ങാനും കാണുകയാണെങ്കിൽ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ബഖീഅയിൽ പോയി അവിടെ മറമാടപ്പെട്ട ആളുകളെ സന്ദർശിച്ചതിന് ശേഷം, അഥവാ ഖബർ സന്ദർശിച്ചതിന് ശേഷം, ആളുകളെ ഖബർ സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കവിതയുണ്ട്. എന്താണത്? നാദൈതു സുക്കാനൽ ഖുബൂരി ഫഅസ്കതു ഫഅജാബനി അൻ സുംതിഹിം തുറുബൽ ഹസാ. നാദൈതു സുക്കാനൽ ഖുബൂരി, ഖബറിൽ താമസിക്കുന്ന ഖബറാളികളെ ഞാനൊന്ന് വിളിച്ചു നോക്കി. ഫഅസ്കതു, അവരാരും മറുപടി പറയുന്നില്ല, ആരും എന്റെ വിളി കേൾക്കൂല. അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ഖബറാളികളെ വിളിക്കരുതെന്ന് പഠിപ്പിക്കുക, വിളിച്ചാ വിളി കേൾക്കൂല എന്ന് പഠിപ്പിക്കുക. കവിതയിലൂടെ ഒരു ഭാവനയായിട്ട് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഖബറാളികളെക്കാൾ എന്നോട് മറുപടി പറഞ്ഞത് ആ ഖബറിലെ മണൽത്തരികളാണ്. അവിടെയുള്ള ആ മണ്ണിലെ മണൽത്തരികളാണ് എന്റെ വിളിക്കുത്തരം ചെയ്തത്, എന്നോട് മറുപടി പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? കാലത്ത് ഇനി നാളെ ഞാൻ ഈ പറഞ്ഞതിന്റെ ഏതെങ്കിലും ഒരു കഷ്ണം മാത്രം എടുത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ബഖീയിൽ പോയി മരിച്ചവരെ വിളിച്ചു എന്ന് സുല്ലമി പറഞ്ഞില്ലേ എന്ന് സീഡിന്റെ ഒരു കഷ്ണം കൊണ്ടുവരണ്ട. ഇതൊരു കവിതയാണ്, ഭാവനയിൽ അദ്ദേഹം കാണുന്ന സംഗതിയാണ്. മരിച്ചവരെ വിളിച്ചു നോക്കിയാൽ ഒരിക്കലും വിളി കേൾക്കുകയില്ല. മണൽത്തരികളാണ് എന്നോട് മറുപടി പറയുന്നത് എന്ന് പറഞ്ഞാൽ മണൽത്തരികൾ സംസാരിക്കുമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു കവിത അങ്ങനെയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹജറുൽ അസ്വദിനോട് സംസാരിച്ചതുപോലെ, വലഖദ് അലിംതു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഉ ഫലൗലാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബലക മാ ഖബ്ബൽതുക അബദാ. കരിങ്കല്ല് മാത്രമാണ് ഹജറുൽ അസ്വദ്. നീ ഒരു ഉപകാരവും ഒരു ഉപദ്രവവും നീ ചെയ്യുകയില്ല കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ മാ ഖബ്ബൽതുക അബദാ, നിന്നെ ഞാൻ ഒരിക്കലും ചുംബിക്കുമായിരുന്നില്ല എന്ന് ഹജറുൽ അസ്വദ് കേൾക്കാൻ വേണ്ടിയോ അത് മറുപടി പറയാൻ വേണ്ടിയോ അല്ല, കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സംസാരിച്ചത്. അതുപോലെ തന്നെ ഖബറിലെ മണൽത്തരികളാണ് എന്നോട് മറുപടി പറഞ്ഞത്. എന്താണ് മണൽത്തരികൾ പറഞ്ഞ മറുപടി? കാലത്ത് അവള് പറയുകയാണ്, മണൽത്തരികൾ പറയുകയാണ്, നിന്റെ ആളെ നീ എന്റെ ഖബറിൽ പോയി താമസിപ്പിച്ചില്ലേ, ആ എന്റെ ഖബറിൽ താമസിക്കുന്ന ആളെ ഞാൻ അവരുടെ മാംസം പിച്ചി ചിന്തിക്കളഞ്ഞു. നിങ്ങൾ ഉടുപ്പിച്ചു വിട്ട നല്ല വസ്ത്രമുണ്ടല്ലോ, നല്ല അത്തറൊക്കെ പൂശി സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് 3 കെട്ടും കെട്ടി നിങ്ങൾ ഇങ്ങോട്ട് വിട്ട ആ തുണി ഉണ്ടല്ലോ, അത് ഞാൻ കീറിക്കളഞ്ഞു. ആ 2 കണ്ണുണ്ടല്ലോ, ആ കണ്ണെന്ത് ചെയ്തു? തുരന്നു കളഞ്ഞു ഞാൻ. എന്നിട്ട് ഞാൻ അതിൽ നിറഞ്ഞു കയറി. മണ്ണ് കണ്ണിൽ, നമ്മളെ ഈ 2 കണ്ണിലെ മണ്ണങ്ങ് കേറിക്കൂടി. എങ്ങനെയായിരുന്നു നിന്റെ കണ്ണ്? ഒരു ചെറിയ കുറുമ്പ് പൊടി, എന്റെ ഒരു ചെറിയ പൊടി നിന്റെ കണ്ണിലായാൽ ആ പൊടി വല്ലാതെ നിന്നെ ഉപദ്രവിച്ചിരുന്നു നിന്റെ കണ്ണിനെ. ആ കണ്ണിൽ ഞാൻ നിറഞ്ഞിരിക്കുന്നു എന്ന്. അവിടെ വരും കുഴി മാത്രമാണുള്ളത്. പിന്നെ നല്ല ശക്തിവത്തായ എല്ലുകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ആകമാനം ദ്രവിപ്പിച്ചു കളഞ്ഞു.
ഓരോരോ കെണിപ്പുകളും സെല്ലുകളുമായി അതൊക്കെ ഞാൻ വേർപ്പെടുത്തി കളഞ്ഞു. മുറിച്ച് ഓരോരുത്തരുടെ ഭക്ഷണമായിരുന്നു വലിയ മനുഷ്യനായ നീ. എല്ല് ചിലരുടെ ഭക്ഷണം, നിന്റെ കണ്ണ് മറ്റു ചിലരുടെ ഭക്ഷണം, നിന്റെ വയറ് മറ്റു ചിലരുടെ ഭക്ഷണം, നിന്റെ കുടൽ മറ്റു ചിലരുടെ ഭക്ഷണം, അങ്ങനെയുള്ള പല കൃമികളുടെയും ഭക്ഷണമായിരുന്നു നീ. അവർക്ക് ഞാൻ അത് ഓഹരി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് ഖബറിലെ മണൽത്തരികൾ എന്നോട് മറുപടി പറഞ്ഞു. അല്ലാതെ ആരും എന്റെ വിളിക്ക് ഉത്തരം ചെയ്തില്ല എന്ന് പറഞ്ഞ് കവിയുടെ ഭാവനയിൽ ഈ ഒരു മനുഷ്യന്റെ ഖബർ ജീവിതത്തെ കുറിച്ച് വ്യക്തമായി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ഇങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്കൊരു സംശയം ചെറുപ്പക്കാരന്. അയഅദുക്കും അന്നക്കും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇളാമൻ അന്നക്കും മുഖ്റജൂൻ ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ. എടാ മനുഷ്യ, നീ മരിച്ച് നിന്റെ എല്ലൊക്കെ നുരുമ്പിയതിനു ശേഷം പിന്നെ ഒന്ന് ജീവിക്കുന്നതാണോ? നിന്നെ ഇവര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അവിടുത്തെ നിഷേധികൾ നൂഹ് നബി അലൈഹിസ്സലാമിനോട് ചോദിച്ച പഴഞ്ചൻ സംശയം. അതാണ് ആധുനികത്തിലെ ചെറുപ്പക്കാരനും അന്തം വിട്ട് അന്തിച്ചു നിൽക്കുന്ന ചില ശാസ്ത്രജ്ഞന്മാരും നമ്മോട് ചോദിക്കുന്നത്. എന്ത്? മനുഷ്യൻ ഇങ്ങനെ എല്ലുകളും മറ്റുമൊക്കെ നുരുമ്പിയതിനു ശേഷം ഒന്നുകൂടി പുനർജനിക്കപ്പെടുമെന്നാണോ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ഇതിന് മറുപടി പറയുകയാണ്. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. ഉമയ്യത്ത് ബിൻ ഖലഫ്, ഉമയ്യത്ത് എന്ത് ചെയ്തു എന്നറിയാമോ? ഒരു നുരുമ്പിയ എല്ലിന്റെ കഷ്ണമെടുത്ത് കയ്യിലിട്ട് പൊടിപൊടിയാക്കി പാറ്റിച്ചു കളഞ്ഞു. എന്നിട്ട് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അതല്ല മുഹമ്മദ്, ഈ നുരുമ്പിയ എല്ലിനെ ഒന്നുകൂടി ജനിപ്പിക്കുമെന്നാണോ ജീവിപ്പിക്കുമെന്നാണോ നീ പറയുന്നത്? അതാണോ നിന്റെ വാഗ്ദത്തം? എന്തൊരു അന്തക്കേടാണിത്? സൂറത്ത് യാസീനിലൂടെ അല്ലാഹു മറുപടി പറഞ്ഞു. അവൻ നമുക്ക് ഉദാഹരണം വിവരിച്ചു തരികയാണ്, നമുക്ക് ഉദാഹരണം പഠിപ്പിച്ചു തരികയാണ്. അവന്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നുപോയി. ആലാവൻ ചോദിക്കുന്നു, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ഈ നുരുമ്പിയ എല്ല് ആരാണ് ജീവിപ്പിക്കുക എന്ന്? ഖുൽ നബിയെ താങ്കൾ പറയുക, യുഹ്യിഹല്ലദീ അൻശഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ആദ്യം ആരാണോ അതിനെ ജീവിപ്പിച്ചത്? ഉമയ്യത്തിന്റെ കയ്യിൽ പിടിച്ച് പൊടിപൊടിയാക്കി പാറ്റിക്കളയാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു കാലഘട്ടം ആ എല്ലിനുണ്ടായിരുന്നല്ലോ. ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ആ എല്ലിനെ ആര് സൃഷ്ടിച്ചുവോ അവൻ തീർച്ചയായും ഒരിക്കൽ കൂടി ആ എല്ലിനെ പുനർജനിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞേക്കു നബിയേ. വല്ലാത്തൊരു മറുപടിയാണത്. 100-200 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ എവിടെയായിരുന്നു? ഈ ലോകത്തുണ്ടായിരുന്നില്ല. ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ വളരെ ധിക്കാരികളും പോക്കിരികളും നിഷേധികളുമായ പല പല മനുഷ്യന്മാർ എവറസ്റ്റ് കൊടുമുടിയെ തന്റെ ഇടം കയ്യ് മുഷ്ടി ചുരുട്ടി ഇടിച്ചു വീഴ്ത്തും ഞാനെന്ന് വീമ്പിളക്കാൻ മാത്രം ഉയർന്നു പോയ വലിയ വലിയ മനുഷ്യന്മാര്. ഈ കോലത്തിൽ ഈ മനുഷ്യരെ ഇല്ലാത്ത അവസ്ഥയിൽ നാക്കിയവനാര്? പിതാവല്ല, മാതാവല്ല, വേറെ ആരുമല്ല, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്.